റോണി സെക്സ് ഷോപ്പ് ആവുകയും ഇങ്ങനെയാണ് ഇവിടുത്തെ ഫാം ലാൻഡുകൾ. പിള്ളേർ ഉറങ്ങുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ പിള്ളേരെ ഏൽപ്പിച്ചിട്ട് വേണ്ടി ഡാർലിന് സ്റ്റിയറിംഗ് കൊടുത്തതാണ് ഡാർലി പറയുന്നത്. ഇനി അങ്ങനെ കള്ളത്തരം കാണിച്ചുകൊണ്ട് വരുന്ന പോലെ വരാതെ. ഫോർട്ട് എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ് അടുത്ത ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സീനി എന്താ പറയുക, എന്താ നമ്മുടെ മുമ്പിലേക്കുള്ള വിഷ്വൽസ്. അപ്പം കുറച്ചേരം വണ്ടി ഓടിക്കുന്നോ? കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. ഓക്കെ, വണ്ടി ഓടിക്കുന്നില്ലെങ്കിൽ നല്ല വിഷ്വൽസ് ഞങ്ങൾക്ക് തരണം, അതാണ് ഡിമാൻഡ് കേട്ടോ. ഓക്കെ, എൻ്റെ പുതിയ ട്രാവൽ പാർട്ട്നേഴ്സിനെ സെലക്ട് ചെയ്യുന്ന ടെസ്റ്റ് റൈഡ് ഇവർക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ഒരു കുറേ കാലം കഴിയുമ്പോൾ നമ്മൾക്ക് എത്തിച്ചേരുന്ന ഏറ്റവും നല്ല ട്രാവൽ പാർട്ട്ണർ നമ്മുടെ ലൈഫ് പാർട്ട്ണർ തന്നെ ആവുന്നതാണ് സ്വാഭാവികം. എങ്ങനെയാണെന്ന് അറിയാം അതിൻ്റെ ടെക്നിക്ക്. ഇവർ നമ്മളെ കട്ട് ഓഫ് ആക്കൂല്ലോ. നമ്മുടെ പണ്ട് നമ്മൾ അടിച്ചടന്ന് യാത്ര ചെയ്ത യാത്രകളോ അല്ലെ എവിടെ പോയെന്നോ എപ്പോൾ വരുന്നോ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ച പോലെ എപ്പോൾ തിരിച്ച് വീട്ടിൽ വരും എവിടെയായിപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് വന്നു തുടങ്ങിയത് കല്യാണത്തിന് ശേഷമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ട്രിപ്പ് കമ്പനികളെല്ലാം കട്ടാവും. നമ്മുടെ സ്ത്രീ സുഹൃത്തുക്കളെ ആദ്യം കട്ടാക്കും, അതുപോട്ടെ പിന്നെ പുരുഷ സുഹൃത്തുക്കളെയും കട്ടാക്കി അതിനുശേഷം നമ്മളൊരു കുറേ കാലത്തിന് ശേഷം നമ്മുടെ എല്ലാം സുഹൃത്തും വഴികാട്ടിയും സന്തക സഹചാരിയുമായിട്ട് നമ്മുടെ ഭാര്യ മാറുന്നതാണ് സ്വാഭാവിക രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഭാര്യയെ തന്നെ കൂട്ടി നമ്മൾ യാത്ര പോവാം അല്ലേ? അതല്ലേ പറ്റുള്ളൂ. വേറെ ഓപ്ഷൻ ഇല്ലെന്നല്ല കേട്ടോ. ഞാൻ ആ കാര്യത്തിൽ ഒത്തിരി ഭാഗ്യവാനാണ്. ഞാൻ ഭാര്യനെ കൂട്ടി യാത്ര ചെയ്തപ്പോൾ എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഈ കുടുംബം ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്. അതൊക്കെ അങ്ങനെയല്ല, നമ്മൾ യാത്രയാണ് നമ്മുടെ പ്രൈം ഇമ്പോർട്ടൻറ്റ്. അപ്പം അതിൻ്റെ അകത്ത് യാത്രയെ ഇഷ്ടപ്പെടുക, അതിന് നല്ലൊരു ട്രാവൽ പാർട്ട്ണർ ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ആ കാര്യത്തിൽ ഞാൻ മരിയൻ്റെ കൂടെയുള്ള യാത്ര ശരിക്കും എൻജോയ് ചെയ്തു. ഡാർലിയും ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൂടെ തന്നെ, അതായത് ആസ് എ ട്രാവൽ പാർട്ട്ണർ എൻ്റെ ടേസ്റ്റ് ഓഫ് ട്രാവലിങ്ങും അല്ലെങ്കിൽ എൻ്റെ ദേഷ്യങ്ങളും അല്ലെങ്കിൽ എൻ്റെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനുള്ള പെട്ടെന്ന് കൂടെ നിൽക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ ഡാർലിക്ക് എന്നെ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. ഒറ്റൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്താണ് ഡാർലി ആ വ്യത്യാസം? ഡാർലിക്ക് പിള്ളേര് പിന്നെ ഫാമിലി അതാണ് ഒരു പ്രൈം ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ടേ ഡാർലിക്ക് ബാക്കി എല്ലാ ഇൻട്രസ്റ്റും വരുള്ളൂ. ലൈഫ് ഡിപ്പെൻഡ്സ് ഓൺ അതെ. അപ്പോൾ ചിൽഡ്രൻസ് വളരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരാളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും പിള്ളേരൊന്ന് വലുതായി കഴിയുമ്പോൾ എൻ്റെ കൂടെ യാത്ര ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ ഇനി പിള്ളേരുടെ പേരും പറഞ്ഞ് കാര്യങ്ങൾ താമസിപ്പിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും വീണ്ടും ഒരു ബ്യൂട്ടിഫുൾ എന്താ രസം. ഞാൻ അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ഇതാ മോണ്ടിക്യൂ എന്ന് പറയുന്ന വില്ലേജിലേക്ക് വരികയാണ്. ഇതൊരു ബ്യൂട്ടിഫുൾ വില്ലേജ് തന്നെയാണ്. പക്ഷേ ഞാൻ ഇതൊന്നും ഇപ്പം അധികം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് വേറൊരു അടിപൊളി ഒരു ലൊക്കേഷൻ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ എത്തിച്ചേരാനുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. പക്ഷേ ഈ പറഞ്ഞ വില്ലേജുകളൊക്കെ ഞാൻ പിന്നീട് വന്ന് ഇവിടുത്തെ ഓരോ യുണീക്കായിട്ടുള്ള ടൗണുകളും കാണിച്ച് ഒരു വിഷ്വൽസ് തന്ന് നിങ്ങൾക്ക് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വർഷം ഇതുപോലെയുള്ള ബ്യൂട്ടിഫുൾ ടൗണുകൾ, ഓരോ ടൗണിൻ്റെ അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്, അതെല്ലാം കാണിച്ച് യുണീക്കായിട്ടുള്ള ഒരു ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് പിന്നീട് വരുന്നതായിരിക്കും. ഇപ്പം ഞാൻ തൽക്കാലം ഇതൊന്നും കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നില്ല. പക്ഷേ ഇതൊക്കെ വന്ന് കാണേണ്ട നല്ല കൺട്രി സൈഡ് സൂപ്പർ ടൗണുകളാണ്. എനിക്ക് കൺട്രി ലൈഫ് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് ഞാനിതൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ഒറ്റ ഒരു സ്ട്രീറ്റ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് കയറി കാണിക്കാം, ഇതിൻ്റെ ഒരു ഭംഗി കാണിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഈ ജസ്റ്റ് റാൻഡമായിട്ടൊരു സ്ട്രീറ്റ് എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി ഒന്ന് കണ്ടു നോക്കുക. മോണ്ടിക്യൂ എന്ന് പറയുന്ന ലിറ്റിൽ ടൗണാണ്. ഈ കെട്ടിടങ്ങൾക്കൊക്കെ ഒത്തിരി ചരിത്രങ്ങൾ പറയാനുള്ള കെട്ടിടമാണ്. ഈ പോകുന്നതെല്ലാം കണ്ടോ, ക്യാമ്പർ വാന്, ക്യാരവാന്, പിന്നെ ഓവർലാൻഡിങ്ങുകൾ, ഇതെല്ലാം കണ്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിനോട് അല്ലെങ്കിൽ ഓവർലാൻഡിങ് എന്ന് പറയുന്ന ഒരു ലൈഫ് സ്റ്റൈലിനോട് ഇഷ്ടം വരാനും പിന്നെ ആദ്യമായിട്ട് പിന്നെ നമീബിയ ബോട്സ്വാന ട്രിപ്പൊക്കെ ചെയ്യാനൊക്കെ എൻ്റെ ഒരു പ്രചോദനം അങ്ങനെയാണ്. അപ്പോൾ കറക്റ്റ് എനിക്ക്
അന്ന് സാൻഡോ വരികയും സാൻഡോയെ അത് പ്രൊഫഷനാണ്. സാൻഡോയെ സംബന്ധിച്ച് എനിക്കതൊരു പാഷനാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒത്തു വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് കേപ് ടൂഗെദർ പോലെയുള്ള എപ്പിക്കായ ട്രിപ്പുകളൊക്കെ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എനിക്ക് എവിടെ നിന്നാണ് ഈ ഭ്രാന്ത് കിട്ടിയെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ പുതിയ ജേണിയിലേക്ക് ഇവരെയും കൂടെ ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ഓക്കെ, പിള്ളേർക്കും ഒക്കെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതിപ്പോൾ നമ്മൾ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങി യാത്ര ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് സ്കൂളിൽ പോയി കിട്ടുന്ന വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അതിലേറെ അറിവ് നമുക്ക് തരാൻ പറ്റുന്നതാണ് ഈ റോഡ് ട്രിപ്പുകളൊക്കെ. അതിലും മനോഹരം തന്നെയാണ്. അപ്പം റൂട്ട് 66 ബ്യൂട്ടിഫുൾ ആയ ഡ്രൈവ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫാമിലിയോടൊപ്പം. ദിസ് ഇസ് കരൂർ ലാൻഡ്, കരൂർ സലൂൺ എന്ന് പറഞ്ഞാൽ ഇന്നർ ലാൻഡ് ആണ്. അതായത് സൗത്ത് ആഫ്രിക്കയുടെ കോസ്റ്റൽ സൈഡ് അല്ല, ഇത് ഇൻലാൻഡ് ആണ്, ഫാമിംഗ് ലാൻഡ് ആണ്. കരൂർ എന്ന് പറഞ്ഞാൽ സെമി ഡെസേർട്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. പക്ഷേ സെമി ഡെസേർട്ടിന്റെ സ്വഭാവമൊന്നും അല്ല. എന്തോരോ ഫ്രൂട്ട്സ് കിടക്കണം നോക്കി. നമുക്ക് വേണമെങ്കിൽ ഇതിൽ ജസ്റ്റ് ഒരു റൗണ്ട് എടുത്തിട്ട് വരാവേ. നോക്കിയേ, ഫാം ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി ഡെസേർട്ടാന്ന് പറഞ്ഞാലും ഫ്രൂട്ട്സ് കിടക്കുന്നുണ്ടോ. ആപ്രിക്കോട്ട് ഇങ്ങനെ ഇഷ്ടം പിടി കൊലച്ച് കിടക്കുക. അടിപൊളി ഇച്ചിരി ഫാം അല്ലേ. നമുക്ക് ഫാം ടൂർ അത് നമുക്ക് ഒരു എപ്പിസോഡായിട്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ഫാം സ്റ്റേ എടുത്തിട്ട് ഒരു ദിവസം ഫാം സ്റ്റേയിൽ പോയി നിൽക്കാം. അപ്പോൾ ആ ഫാം സ്റ്റേ നിൽക്കുമ്പോൾ അവിടെ എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ പ്ലക്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് ചിലപ്പം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ, നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസ് സൗത്ത് ആഫ്രിക്കൻ ഫാം ലാൻഡിൽ നിന്നൊക്കെ ഉള്ള വീഡിയോസ് വേണമെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നമുക്കത് ചെയ്യാം. പക്ഷെ അത് ഒരു യുണീക്ക് സ്റ്റേയും ആയിരിക്കും. എനിക്കും അത് ഇഷ്ടമുള്ള കാര്യമാണ്. ഞാനും ഒരു ഫാമിൽ നിന്ന് ജനിച്ചു വളർന്നു വന്ന പയ്യനല്ലേ. ഇങ്ങനെയാണ് ഇവിടുത്തെ ഫാം ലാൻഡുകൾ. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഒത്തിരി ബൾക്കായിട്ട് ഒത്തിരി ഏരിയാസ് ഫാമിങ്ങിന് വേണ്ടി മാറ്റി വെച്ചേക്കുവാണ്. പ്ലം പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം ഇവിടുത്തെ കൾട്ടിവേഷൻ ടൈം കഴിഞ്ഞു വരുന്ന സാർ ഇതാണ് പീച്ച് വരുന്നത്. ഇത് ക്ലിയർലി ആപ്രിക്കോട്ട. പക്ഷേ അപ്പുറം കണ്ട തോട്ടമായിരുന്നു, കുറേ കൂടെ കിടക്കുന്നുണ്ടായിരുന്നു അല്ലേ. ഇത് കഴിഞ്ഞതാണ്, ഇടയ്ക്ക് കളക്ഷൻ അല്ലേ, പ്രൊഡക്ഷൻ ഇതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞതാണ്. തോട്ടത്തിലേതാ ഒരു കള്ളിയാ. എടി അങ്ങനെ കള്ളത്തരം കാണിച്ചോണ്ട് വരുന്ന പോലെ വരാതെ സൻസി, നീ കള്ളത്തരം കാണിച്ച് ഓടി വരുന്ന പോലെ വരണ്ട. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇത് പ്യുവർ ആപ്രിക്കോട്ടാണ്. പിന്നെ ഇത് ഇവിടുത്തെ ഫാമിങ്ങിന്റെ ഇത് കഴിഞ്ഞു, അതായത് ആപ്രിക്കോട്ടിന്റെ സീസൺ കഴിയുവാണ്. അപ്പൊ ഏത് ഫാം ലാൻഡ് ആണെങ്കിലും അവർ ആ ലാസ്റ്റ് റോയിലെ മാത്രം, അതായത് സൈഡ് റോയിലെ മാത്രം കളക്ട് ചെയ്യരുത്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഉള്ളിലേക്കുള്ളതെല്ലാം കളക്ട് ചെയ്ത് പോയി. പക്ഷെ ലാസ്റ്റ് റോ മാത്രമാണ് നിർത്തുന്നത്. എന്തിനാന്ന് ചോദിച്ചാലുണ്ടല്ലോ, ഇപ്പൊ ആൾക്കാർക്ക് ഇവിടുത്തെ ഫാം വർക്കേഴ്സിന് ഇത് ലാസ്റ്റ് റോ ആണ് കൂടുതലും കാണുന്നുണ്ടോ. ഫാം വർക്കേഴ്സിന് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ പ്ലക്ക് ചെയ്യണമെങ്കിൽ രണ്ടെണ്ണം കൂടെ എടുത്തോ. മതി. നമ്മൾ ആപ്രിക്കോട്ടാ കണ്ടത്. ഇത് പിയർ ആണ്. ഇത്ര ഇഷ്ടം പടി തോട്ടങ്ങൾ. നമുക്ക് അങ്ങോട്ട് നോക്കി എന്തോരം നോക്കി ഓരോന്നും അടുത്ത. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ദൂരെ നോക്കുമ്പം പ്ലം ആണോ പീച്ച് ആണോ ആപ്രിക്കോട്ടാണോ. ഇപ്പൊ ഇത് പിയർ ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. പിയറിൻ്റെ അകത്ത് 2 ടൈപ്പ് ഉണ്ട്. ഇത് റെഡ് പിയർ അല്ലേ, കാണിച്ചേ റെഡും ഗ്രീനും. മറ്റേത് നമ്മൾ കൂടുതലും മേടിക്കുന്ന ഗ്രീൻ അല്ലേ. ഇത് അത് ചിലപ്പോൾ ഇനി ആയി വരുന്നോണ്ടായിരിക്കും ഇത് പിയർ. അങ്ങനെ ഫ്രൂട്ട്സിന്റെ കാര്യത്തിൽ ഒരു പഞ്ഞമില്ല. ഞങ്ങൾ എപ്പോഴും സത്യം പറഞ്ഞാൽ ഈ സമ്മർ സീസണിലാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് വരുന്നത്. അപ്പം ഞങ്ങൾ ചില സമയങ്ങളിൽ ഫ്രൂട്ട്സ് തന്നെ വലിയ മാർക്കറ്റിൽ പോയിട്ട് ബൾക്കായിട്ട് മേടിച്ചിട്ട് ഫ്രൂട്ട്സ് നമ്മുടെ ഇന്ത്യയിൽ മേടിക്കുന്നതിനേക്കാളും ചീപ്പായിട്ട് ചിലപ്പോൾ ഫ്രൂട്ട്സ് നമുക്ക് ഇവിടെ കിട്ടാറുണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും ഇന്ത്യയെക്കാളും ചീപ്പായിട്ട് നമുക്ക് സൗത്ത് ആഫ്രിക്ക കിട്ടാറില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട്സിന്റെ കാര്യം വരുമ്പോൾ സീസണിലാണെങ്കിൽ നമുക്ക് അതിൽ ഒത്തിരി വില കുറച്ച് കിട്ടാറുണ്ട്. ഓരോ ഫാമുകളുടെ എൻട്രി പോയിന്റ് ഒക്കെ നമ്മൾ ഈ കാണുന്നത് പല അവിടെ തന്നെ കണ്ടില്ല എന്തോരം ഫ്രൂട്ട്സ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ആണ് ഒരേ ടെറേനിൽ തന്നെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫാം ലാൻഡുകളും ഫ്രൂട്ട്സ് ലാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് റൂട്ട് 62-ലെ ഒരു ഭയങ്കരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്ന സീനത. ടൗണിന്റെ പ്രത്യേകതയാണ്. ഇവിടുത്തെ 2-3 പമ്പിന്റെ ഫോട്ടോ കണ്ടോ. അവരാ വിൻറ്റേജ് കീപ്പ് ചെയ്യുന്നതാണ്. എന്താ സെറ്റപ്പ് നോക്കി. കെറോമോൺ മോട്ടൽ. നിങ്ങൾക്ക് കൺട്രി ലൈഫിന്റെ ഫീല് കാണണമെങ്കിൽ നോക്കി ആ വണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ. പെട്രോൾ അതിന്റെ എടുത്തോ. എന്ത് സെറ്റായിട്ട് അവർ ആ പഴമയ്ക്ക് ആ പഴയ സ്റ്റൈല് റൈറ്റിങ്ങും എല്ലാം നിർത്തി. ഇത് ബെറിഡാൽ എന്ന് പറയുന്ന ഓരോ
ഒരു 60 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 80 കിലോമീറ്റർ കൂടുമ്പോഴായിരിക്കും നമുക്ക് ഒരു ചെറിയ ഒരു ടൗൺ വരുന്നത്, ഒരു കൺട്രി സൈഡ് ടൗൺ. അപ്പൊ ആ കൺട്രി സൈഡ് ഓരോന്നും അവര് ഇത് ഫാർമർ സർവീസ് നോക്കിയ ഓരോന്നിനും അവർ അതിൻ്റെതായ ഒരു ഇത് യുണീക്ക് ആയിട്ടുള്ള ഇത് കൊടുത്തിട്ടുണ്ട്, പെട്രോൾ ഇതുണ്ട്. ഇതിപ്പോ എല്ലാവരും ഒരു സ്റ്റോപ്പ് പോയിന്റ് ആണ്, നല്ല അപ്പൊ അടുത്ത് തന്നെ ഞങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ക്യാമ്പസ് ഡാർലി ഇതുപോലത്തെ ടെന്റ് ലൈഫാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. ഇപ്പോൾ എല്ലാ കൺട്രി സൈഡ് വില്ലേജുകൾക്കും ഞാൻ കാണുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ബുച്ചറി ഉണ്ടാവും, പിന്നെ അതുകൂടാതെ ഒരു പബ് ഉണ്ടാവും, ഒരു ഗ്യാതറിംഗ് പോയിന്റ് ഇവിടുത്തെ ഫാർമേഴ്സിനെല്ലാം വൈകുന്നേരം വന്ന് കൂടാം, പിന്നെ ഒരു പെട്രോൾ സ്റ്റേഷൻ ഉണ്ടാവുമായിരിക്കും, പിന്നെ ഒരു ചെറിയ ഒരു ഹാപ്പനിങ്, ഒരു സലൂണ്, അല്ലെ വേണ്ട നമ്മുടെ പഴയ നാട്ടിലെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വില്ലേജുകളാണ്. പക്ഷെ അവരൊക്കെ നല്ല യുണീക്കായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അവരവരുടേതായ ഒരു സ്റ്റൈല് ക്രിയേറ്റ് ചെയ്തിട്ട്, ചിലരാണെങ്കിൽ ആൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ചിലർ പിന്നെ ഗ്രീനിഷ് ആയിട്ട് ഭയങ്കര ഗ്രീനറികളും ചെടികളും നട്ടുപിടിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യം. ചിലത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത് ഒരു നോമാൻസ് ലാൻഡിൽ എത്തിയ പോലത്തെ ഒരു ഫീലിംഗ്, അതായത് പഴയ കാറുകൾ, പൊട്ടിപ്പൊളിഞ്ഞ കാറുകൾ കിടക്കുന്നു, അങ്ങനെ ട്രാക്ടർ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിജനത ഫീൽ ചെയ്യുന്ന കൂട്ട് ടൗണുകൾ. അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുക, നമ്മൾ പഴയ മൂവിയൊക്കെ കണ്ടിട്ടില്ലേ, റൂട്ട് 66 എന്നൊക്കെ പറയുന്ന മൂവിയൊക്കെ കാണുന്ന അതേ ഒരു ഫീലൊക്കെ, ആ ഒരു ഫീലിൽ തന്നെയാണ് ഈ റൂട്ട് 62ഉം ഡെവലപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ടൂറിസ്റ്റ് ലൊക്കേഷനായിട്ട് മാറുന്നത്. അപ്പോൾ ഞങ്ങൾ എവിടെ ലഞ്ച് കഴിക്കും, ഏത് ടൗണിൽ നിർത്തും എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്കൊരു ഐഡിയ വന്നത്. ഈ റൂട്ടിൽ തന്നെ സോഷ്യൽ മീഡിയയിലോടുകൂടി ഭയങ്കര ഹിറ്റായ ഒരു സ്റ്റോപ്പുണ്ട്, നമുക്ക് അവിടെ നിർത്തി അവിടെ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. റോണീസ് സെക്സ് ഷോപ്പിന് മുമ്പിലാണ്. എനിക്കൊന്ന് അങ്ങനെ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ, അല്ലെ സോഷ്യൽ മീഡിയ അല്ലാതെ തന്നെ ഒരു കാലം എന്നും ഒരു ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന റോണീസ് സെക്സ് ഷോപ്പിന് മുമ്പിലാണ് ഞങ്ങൾ എത്തിയേക്കുന്നത്. ഈ റോഡ് ട്രിപ്പിൻ്റെ ഏറ്റവും പ്രത്യേകതയാണ് എല്ലാവരും ഇവിടെ ഈ മരുഭൂമി അല്ലെ ഈ ഡ്രൈ ലാൻഡിൻ്റെ മുമ്പിൽ എല്ലാവരും ഒരു സ്റ്റോപ്പ് എടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം റോണീസ് സെക്സ് ഷോപ്പിൻ്റെ കഥ അറിയത്തില്ലെങ്കിൽ വാ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. നമ്മൾ പണ്ട് വന്ന് ഇവിടെ ട്രിപ്പ് ചെയ്ത് വന്നപ്പം സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. എല്ലാവരും വന്ന് അവരവരുടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച്, ഓവർലാൻഡേഴ്സിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഷോപ്പിൻ്റെ മുമ്പിൽ നിന്നുള്ള ഫോട്ടോ എടുക്കലും ഇത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. അപ്പം ഇതിൻ്റെ ആ നിൽക്കുന്ന ഒരു ആംബിയൻസും ഇതൊക്കെ തന്നെയാണ് ഈ ഷോപ്പിനെ പ്രത്യേകിച്ച് ഒരു സവിശേഷമായിട്ട് നിർത്തുന്നത്. നമുക്ക് ഏതൊക്കെയാലും പുള്ളിക്കാരനുണ്ടോയെന്നൊന്ന് കയറി നോക്കാം. ഈ ആംബിയൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഡ്രൈ ലാൻഡിനിടയിൽ അങ്ങനെ ഒരു സ്റ്റോപ്പ് വരുന്നത്. ഏതൊക്കെയാലും ഇവരിവിടെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ഇവരെ ഫാമിലിനെ ഒന്നും കൊണ്ടേ കാണിക്കാം. ഞങ്ങളിവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് മുന്നോട്ട് പോകാമെന്നാണ് വെച്ചത്. പക്ഷേ അവിടെ ഒത്തിരി ഓർഡർ അവർ പറഞ്ഞു ഒത്തിരി സമയം എടുക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളൊന്നും കഴിച്ചില്ല. അപ്പം റോണീസ് സെക്സ് ഷോപ്പിൻ്റെ കാര്യം എല്ലാവർക്കും തന്നെ അറിയാവുന്ന സംഭവമാണ്. ജിപ്സി ലൈഫിൻ്റെ, അതായത് നമ്മുടെ 70s-ലെയും 80s-ലെയൊക്കെ ജിപ്സി ലൈഫിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ ശരിക്കും പറഞ്ഞാൽ റോണീസ് സെക്സ് ഷോപ്പ്. ഒരു കാലത്ത് ഇങ്ങനെ കരുവിൻ്റെ നടത്ത് പുള്ളി ഒരു ഷോപ്പ് നടത്തുന്നുണ്ടായിരുന്നു. ആ ഷോപ്പിൽ അങ്ങനെ ബിസിനസ് ഇല്ലാതിരുന്ന സമയത്ത് റോണീസ് ഷോപ്പായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു സുഹൃത്ത് ഒരു തമാശയ്ക്ക് അതിനോട് ചേർത്ത് ഒരു സെക്സ് എന്ന് പറഞ്ഞ വേർഡ് എഴുതി ചേർക്കുകയും അതിനെ തുടർന്ന് റോണീസ് സെക്സ് ഷോപ്പ് ആവുകയും ജിപ്സി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത ബൈക്കേഴ്സും അവരിവരൊക്കെ വന്ന് അവരുടെ ഇന്നേഴ്സ്, എക്സ്പെഷ്യലി ലേഡീസിൻ്റെ ഇന്നേഴ്സ് അവിടെ ഹാങ് ചെയ്യുന്ന ഒരു ട്രഡീഷൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം അതാണ് ഇപ്പം നമ്മൾ ആ കാണുന്ന ഇന്നറൊക്കെ തൂങ്ങിക്കിടക്കുന്നത് കാണുന്നത്. അപ്പോൾ അതൊരു കൾച്ചറാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് നിർത്തി ഈ അവിടെ വന്ന് ഫോട്ടോ എടുക്കുകയും ഒരു ബിയർ കഴിച്ചിട്ട് പോവുകയും ചെയ്യുന്നവരുണ്ട്. നിങ്ങൾക്ക് കാണാം ഇത് നിൽക്കുന്ന പ്രദേശം കണ്ടോ, എത്ര ഒരു ഡ്രൈ ലാൻഡിൻ്റെ നടുക്കായിട്ടാണ് ഇത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു ബ്രേക്ക് എടുക്കാനും എല്ലാവരും നിർത്തുന്ന സ്റ്റോപ്പാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനായിരുന്നു പ്ലാൻ ഇവിടെ. പക്ഷേ ഫുഡ് കഴിക്കാത്തതിൻ്റെ കാര്യം ഇതാണ്, അവർ പറഞ്ഞു ഒത്തിരി അവിടെ ആൾക്കാർ വെയിറ്റിങ്ങാണ്. അപ്പോൾ അവർക്ക് ഒരു 40 മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. അവർ ആദ്യം അങ്ങനെ പറഞ്ഞതുകൊണ്ട് പിന്നെ ഞങ്ങൾ ചാൻസ് എടുത്തില്ല. എക്സ്പെഷ്യലി നമ്മൾ വീഡിയോ എടുക്കുമ്പം നമുക്ക് ഒരാൾ വണ്ടി ഓടിക്കാനുണ്ടെങ്കിൽ ഭയങ്കര സൗകര്യമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, റോണീസ് സെക്സ് ഷോപ്പിനോട് ബൈ പറയുന്നു. വീണ്ടും ബാക്ക് ടു R62. ഡാർലി അങ്ങനെ ഔട്ട്സൈഡ് കേപ്പ് ടൗൺ അങ്ങനെ വണ്ടി ഓടിക്കേണ്ട വന്നിട്ടില്ല. പക്ഷേ പിന്നെ ഇവിടെ ലോങ് സ്ട്രെച്ച് റോഡുകളാണ്. അപ്പം ഡാർലിക്ക് ഓടിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ റോഡ് കാണുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന റോഡുകളാണ്, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. ഓ അത് കൊള്ളാലോ. അതെ 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 അല്ലേ, ശരിയാ.
ഡ്രൈവർമാർ വണ്ടി ഓടിക്കും. അപ്പം അങ്ങനെയുണ്ട്. ഞങ്ങൾ ഏതൊക്കെയായാലും സമയം കളയുന്നില്ല, നേരെ വിടുവാണ്. സ്റ്റേയിലേക്ക് എത്താനുള്ള എക്സൈറ്റ്മെൻറ്റിലിരിക്കുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ ഡ്രൈവർ. ഇതുണ്ടോ ആരാ റോഡ് ക്രോസ് ചെയ്യുന്നത്? ആനിമൽ ക്രോസിംഗ് ഒക്കെ ഉണ്ട്. അപ്പം ഡ്രൈവർമാർ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ബോർഡൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ മാൻ വർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയൊരു ജീവിയാണ്. അത് വന്ന് വീണ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അപ്പാടെ തകരും. അപ്പോൾ അതിൻ്റെ ക്രോസിംഗ് ഉണ്ട്. അത് ജമ്പ് ചെയ്ത് മാനിനെ പോലെ ചാടി പോകുന്ന സാധനമാണ്. നമുക്ക് ഭയങ്കര ഡേഞ്ചർ, എക്സ്പെഷ്യലി രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ അതൊരു കേസുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം ആരും രാത്രിയിൽ അത്ര സ്പീഡിൽ ഈ റോഡുകളിൽ യാത്ര ചെയ്യാറില്ല. പക്ഷേ അങ്ങനെയൊക്കെ അടിച്ച് പഠിക്കട്ടെ. നമ്മുടെ കൂടെ ഇനി എന്തെല്ലാം ടെറൈൻ കീഴടക്കേണ്ടതാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ബിയോണ്ട് ദ ബോർഡേഴ്സ് എന്ന് പേര് ചേഞ്ച് ചെയ്തല്ലോ. അപ്പോൾ നമ്മൾ ബോർഡറുകൾ ഒത്തിരി കടക്കണ്ടേ, ഒത്തിരി ട്രാവൽ ചെയ്താലേ ആ പേരിനോട് ജസ്റ്റിഫൈ ആവുള്ളൂ. യാത്രകളുടെ അതിരുകളില്ല ലോകം. അപ്പോൾ കത്തി വെച്ച് ഉറപ്പിക്കുന്നില്ല, നമുക്ക് മുന്നോട്ട് തന്നെ പോവാം. ഡ്രൈവർ ഉഷാറായിട്ട് പാസ്സൊക്കെ ചവിട്ടി ഇറക്കുവാണ്. ഞാൻ നോക്കിയിട്ട് ഇങ്ങനെയാണെങ്കിൽ ഞാൻ വരുന്ന ദിവസം ഗ്രാവൽ റോഡൊക്കെ തരും. നമുക്ക് വരുന്ന ദിവസം ഒരു വൺ ഓഫ് ദ ഫേമസ് പാസ് ഉണ്ട് സൗത്ത് ആഫ്രിക്കയിലെ. വൺ ഓഫ് ദ ഫേമസ് മൗണ്ടൻ പാസ് ഉണ്ട്. എനിക്കതൊന്ന് ഡ്രൈവ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ 4x4 ആണ് അത് ഐഡിയല്. പക്ഷേ നമുക്കൊരു ചാൻസ് എടുക്കാം. നമുക്ക് 2 ഡ്രൈവർമാരുണ്ടല്ലോ. ഇപ്പം നോക്കട്ടെ, ആ റൂട്ട് നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു അഡ്വഞ്ചറസ് ട്രിപ്പ് തന്നെയായിരിക്കും. അപ്പം ഞങ്ങൾ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ലഞ്ച് ബ്രേക്ക് എടുക്കണം. റോണിസ് ടെക് ഷോപ്പിൻ്റെ അവിടെ ഫുഡ് കഴിക്കാമെന്നായിരുന്നു ഞങ്ങൾ ഇനിഷ്യലി പ്ലാൻ ചെയ്തത്. പക്ഷെ അവിടെ അവർ സമയം ചോദിച്ചത് 40 മിനിറ്റ്സ് എടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകാമെന്ന് വെച്ചു. ഇച്ചിരി ലേറ്റായി, എന്നാലും വേണ്ടില്ല. എങ്ങനെയുണ്ടാ, വിശപ്പുണ്ടോ? അടുത്തോ? ഇങ്ങനെയുള്ള മടുപ്പുള്ളവരെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ട്രിപ്പ് പോവാം. ലോങ് ജേർണീസ് അല്ലേ. പിന്നെ എന്നെ നിങ്ങൾക്ക് പറ്റുന്നത് ലൈറ്റ് ബിസിനസ് ക്ലാസ്. ഓക്കെ, അതൊക്കെ സ്വന്തമായിട്ട് ജോലി മേടിച്ചതിന് ശേഷം എന്തും ആയിക്കോ, എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്നേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഡ്രൈവറെ എന്താണ് ഇവിടെ കാണുന്നത്? ലോവർ യുവർ ഗിയേഴ്സ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി ഇൻട്രസ്റ്റിംഗ് പാസ്. നിർത്താൻ പറഞ്ഞില്ല, ലോവർ ദ ഗിയർ എന്നേ പറഞ്ഞുള്ളൂ കേട്ടോ. ശരിയാട്ടോ, അടിപൊളി പാസ്സാണല്ലോ. അങ്ങനെ റോഡ് വന്ന് എക്സൈറ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി. നമ്മുടെ ഡ്രൈവർ പ്രോ ആയിക്കൊണ്ട്. എങ്ങനെയുണ്ട് ഡ്രൈവറെ? പേടിയുണ്ടോ? ഇല്ലല്ലോ, നോ പേടി. കൂടെ ഇരിക്കുന്ന പേടി മൊത്തം നമുക്കല്ലേ തനിച്ച. നീ അങ്ങനെ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് മര്യാദയ്ക്ക് ഇരിക്കുക അങ്ങനെയാണെങ്കിൽ, പേടിയുള്ളവരാണെങ്കിൽ. അപ്പോൾ ഡ്രൈവർക്ക് കോൺഫിഡൻസ് ആയി വരുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും റോക്ക് സ്ലൈഡിങ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പിന്നെ മെറ്റൽ മെഷ് നെറ്റ് ഉണ്ടാക്കിയേക്കുവാണ്. അപ്പം അതിൻ്റെ അകത്തോടെ കല്ല് താഴോട്ട് വീഴിയല്ല. അത് കൂടാതെ തന്നെ കോൺക്രീറ്റ് വാളുകളൊക്കെ ഉണ്ട്. കിലോമീറ്റേഴ്സ് നമ്മൾ വീഡിയോയ്ക്കകത്ത് 10-15 മിനിറ്റ് കൊണ്ട് കാണുന്ന കാര്യങ്ങൾ നമ്മൾ എത്രയോ മണിക്കൂറുകളെടുത്ത് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും 15 മിനിറ്റ് കൊണ്ട് നമ്മൾ വീഡിയോ വിഷ്വലായിട്ട് വരുന്നത്. അപ്പോൾ പിള്ളേരൊക്കെ വിചാരിച്ചിരിക്കുന്നത് നല്ല സുഖം പരിപാടിയാണ്. ഇപ്പോൾ റിയാലിറ്റി ഇതാണ് റിയാലിറ്റി. ഉറക്കൊന്നും വരുന്നില്ലല്ലോ, ഉറപ്പല്ലേ? ആദ്യമായിട്ടായിരിക്കില്ലേ 250 കിലോമീറ്റർ ഒന്നിച്ച് ഡ്രൈവ് ചെയ്യുന്നത് അല്ലേ? ഫസ്റ്റ് ടൈമാണ്. ഓക്കെ, അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നാട്ടിലാണ് നമുക്ക് ഇത്രയും ദൂരം അങ്ങനെ കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട് തൊട്ട് അല്ലെങ്കിൽ എറണാകുളം വരെ 180 കിലോമീറ്റർ പോലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് നമുക്ക് കവർ ചെയ്യണമെങ്കിൽ എത്ര മണിക്കൂർ വേണം? അതിൻ്റെ ഇവിടെ പിന്നെ അങ്ങനെ കിലോമീറ്റർ നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റും. ഇത് മേജർ ഹൈവേ അല്ല, ഇന്നർലാൻഡ് റോഡാണ്. എന്നാലും 120 കിലോമീറ്ററൊക്കെ സ്പീഡ് അനുവദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടിച്ചു പോവാം. അപ്പോൾ പുതിയ ഡ്രൈവേഴ്സിനൊക്കെ 120-ലൊക്കെ പറപ്പിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. എങ്ങനെ, വിശപ്പുണ്ടോ? ഹംഗ്രിയാണോ? എന്തിടാ വലിയ വിശപ്പുകാരൻ? നീയാണോ വലിയ വിശപ്പുകാരൻ? യമ്മിയാ? ഓക്കെ, ഒരു പിസ്സ. നിങ്ങൾക്ക് ഇന്ന് കാണാൻ പോകുന്ന സ്ഥലമാണോ എക്സൈറ്റ് ചെയ്യുന്നത്? പിസ്സയാണോ? പ്ലേസ് ആണോ? ഐ യു എക്സൈറ്റഡ്? ഇവർക്ക് അതിനെക്കുറിച്ച് യാതൊരു ക്ലൂ ഇല്ല. ചുമ്മാ അതിനോ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ജംഗിളാണോ അല്ലയോ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ,
അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. പിള്ളേരെ സംബന്ധിച്ച് ഫുഡ് കഴിക്കുന്നതാണ് സന്തോഷം. പുറത്ത് പോകുന്നതിന് സന്തോഷം എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുന്നതും കൂടിയാണ്. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, എനർജിയായി. ഇനി അക്കോമഡേഷനിലേക്ക് കുറച്ചും കൂടി ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം അക്കോമഡേഷനിലെ വിശേഷങ്ങളും അവിടെ ഏത് ടൈപ്പ് ഓഫ് അവിടെ അക്കോമഡേഷൻ, അതാണ് ഞങ്ങളുടെ ഹൈലൈറ്റ് ഓഫ് ദിസ് ട്രിപ്പ്. അപ്പോൾ ഇവർക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ അവിടെ വന്ന് കഴിയുമ്പോൾ ആ സർപ്രൈസ് എന്താണെന്ന് റിവീൽ ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഞങ്ങളുടെ അക്കോമഡേഷനും അവിടുത്തെ സ്റ്റേയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം ബിയോണ്ട് ദ ബോർഡേഴ്സ്. See you.